ഗോവയിലെ തെരുവുകളിൽ നാലായി വെട്ടിനുറുക്കിയ ഒരു മനുഷ്യ ശരീരം കണ്ട് വിദേശികൾ പോലും നടുങ്ങി. ഒരു കാലത്ത് യൂറോപ്പിലെ വൻ സാമ്രാജ്യങ്ങളെ വിറപ്പിച്ച കടലിലെ കാറ്റുകൾ പോലും വഴിമാറിയ മഹായോദ്ധാവായിരുന്നു അത്. പക്ഷേ ചരിത്രത്തിലെ ഏറ്റവും വലിയ ചോദ്യം ഇതല്ല, ഇദ്ദേഹത്തെ കൊന്നത് ശത്രുക്കളായിരുന്നില്ല എന്നതാണ് സത്യം. സ്വന്തം മണ്ണിൽ സ്വന്തം രാജാവിന്റെ കൺമുന്നിൽ വെച്ച് സ്വന്തം ജനതയുടെ മൗനസമ്മതത്തോടെ നടന്ന ചരിത്രത്തിലെ ഏറ്റവും വലിയ ചതി. ആരായിരുന്നു അയാൾ? ഒരു ദേശസ്നേഹിയോ അതോ രാജാവിനെ വെല്ലുവിളിച്ച ധിക്കാരിയോ? അറബിക്കടലിന്റെ സിംഹം കുഞ്ഞാലിമരയ്ക്കാർ നാലാമന്റെ ചോരയിൽ കുതിർന്ന കഥയാണിത്. കുഞ്ഞാലിമരയ്ക്കാർ എന്നത് ഒരു പേരല്ല, അതൊരു സ്ഥാനപ്പേരാണ്. കൊച്ചിയിൽ നിന്ന് പറങ്കികളുടെ ക്രൂരത ഭയന്ന് കോഴിക്കോട്ടേക്ക് വന്ന ഒരു വംശാവലി. ഒന്നിനു പുറകെ ഒന്നായി 3 കുഞ്ഞാലിമാർ സാമൂതിരിക്ക് വേണ്ടി യുദ്ധം ചെയ്തു മരിച്ചു. ആ ചോരയുടെ കണക്കുമായിട്ടാണ് നാലാമൻ വരുന്നത്. മുഹമ്മദ് അലി മരയ്ക്കാർ. ചെറുപ്പത്തിലെ അയാൾ കണ്ടത് കത്തുന്ന കപ്പലുകളും മരിക്കുന്ന പിതാക്കന്മാരെയുമാണ്. പറങ്കികളോട് അവനുള്ളത് വെറും പകയല്ലായിരുന്നു, തലമുറകളായി കൈമാറി വന്ന ഒരു അഗ്നിയായിരുന്നു. കുഞ്ഞാലി നാലാമൻ ഒരു ജീനിയസ് ആയിരുന്നു. പറങ്കികളുടെ കൂറ്റൻ കപ്പലുകൾക്ക് മുന്നിൽ മരണം മുന്നിൽ കണ്ട് നെഞ്ചുവിരിച്ച് ചെല്ലാൻ കുഞ്ഞാലിക്കല്ലാതെ മറ്റാർക്കും ധൈര്യമുണ്ടായിരുന്നില്ല. വമ്പൻ ആനയെ വീഴ്ത്തുന്ന ചെന്നായിക്കൂട്ടത്തെ പോലെയായിരുന്നു കുഞ്ഞാലിയുടെ പട. പീരങ്കികൾ തിരിക്കും മുൻപേ മിന്നൽ വേഗത്തിൽ കപ്പലുകളെ വളഞ്ഞ് ആക്രമിക്കുന്ന മരണക്കളി. ആധുനിക ആയുധങ്ങളെ തന്റെ ധൈര്യം കൊണ്ടും വേഗത കൊണ്ടും അയാൾ തോൽപ്പിച്ചു. ഇരിങ്ങലിൽ അദ്ദേഹം പുതുപ്പട്ടണം കോട്ട പണിതു. അവിടെ ഇരുന്ന് അദ്ദേഹം അറബിക്കടലിനെ നിയന്ത്രിച്ചു. പോർച്ചുഗീസുകാർക്ക് വെള്ളം കുടിക്കാൻ പോലും കുഞ്ഞാലിയുടെ അനുവാദം വേണമായിരുന്നു. ചരിത്രകാരന്മാർ പറയുന്നു ആ കാലത്ത് സാമൂതിരിയേക്കാൾ പ്രശസ്തി കുഞ്ഞാലിക്കായിരുന്നുവെന്ന്. പക്ഷേ അമിതാധികാരം ആരെയും മത്തുപിടിപ്പിക്കും. കടലിന്റെ പ്രഭു തുടങ്ങിയ സ്ഥാനപ്പേരുകൾ കുഞ്ഞാലി സ്വയം ഉപയോഗിക്കാൻ തുടങ്ങി. സാമൂതിരിയുടെ ആനയുടെ വാൽ കുഞ്ഞാലിയുടെ ആളുകൾ വെട്ടിമാറ്റിയെന്നും ദൂതനെ അപമാനിച്ചെന്നും കഥകളുണ്ട്. ഇവിടെയാണ് വിധിയുടെ ക്രൂര വിനോദം. ആരെ ഓടിക്കാനാണോ മരയ്ക്കാർമാർ നൂറ്റാണ്ടുകൾ പോരാടിയത്, അതേ പറങ്കികളുമായി സാമൂതിരി കൈകോർത്തു. ശത്രുവിന്റെ ശത്രു മിത്രം. കോഴിക്കോടിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അവിശുദ്ധ കൂട്ടുകെട്ട്. കരയിൽ സാമൂതിരിയുടെ വമ്പൻ സൈന്യം, കടലിൽ ആധുനിക ആയുധങ്ങളുമായി പറങ്കികളുടെ കപ്പലുകൾ, നടുക്ക് കുഞ്ഞാലിയും വിശ്വസ്തരും മാത്രം. മാസങ്ങളോളം ഇരിങ്ങൽ കോട്ട ഉപരോധിച്ചു. ഗത്യന്തരമില്ലാതെ കുഞ്ഞാലി സന്ധിക്ക് തയ്യാറായി. സാമൂതിരി വാക്ക് നൽകി, കീഴടങ്ങിയാൽ ജീവൻ സുരക്ഷിതം, പറങ്കികൾക്ക് വിട്ടുകൊടുക്കില്ല എന്ന ഉറപ്പിൽ. ക്ഷീണിതനായ ആ സിംഹം കോട്ടവാതിൽ തുറന്നു പുറത്തു വന്നു. തന്റെ ഉടവാൾ സാമൂതിരിയുടെ കാൽക്കൽ വെച്ചു. പക്ഷേ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. കുഞ്ഞാലി മുട്ടുകുത്തിയ നിമിഷം ജനക്കൂട്ടത്തെ വകഞ്ഞുമാറ്റി പോർച്ചുഗീസ് പടയാളി പാഞ്ഞെടുത്തു. സാമൂതിരി നിസ്സഹായനായി നോക്കി നിൽക്കെ ഗോവയിലെ ജയിലിൽ വെച്ച് അവർ ആ ധീരനെ കൊന്നു. വെറുതെ കൊല്ലുകയായിരുന്നില്ല, തലവെട്ടിമാറ്റി ഉപ്പിലിട്ട് കണ്ണൂരിൽ കൊണ്ടുവന്ന് കഴുക്കോലിൽ നാട്ടി. ശരീരം നാലായി വെട്ടിനുറുക്കി ഗോവയിലെ പനാജിയിലും മറ്റു സ്ഥലങ്ങളിലും പ്രദർശിപ്പിച്ചു. കേരളം കണ്ട ഏറ്റവും വലിയ വീരന് ലഭിച്ച അന്ത്യം ഇതായിരുന്നു. ഇന്നും വടകരയിലെ ഇരിങ്ങൽ പാറകളിൽ തിരമാലകൾ അടിക്കുമ്പോൾ കേൾക്കുന്നത് ആ ചതിയുടെ നിലവിളിയാണോ, അതോ വിദേശാധിപത്യത്തിനെതിരെ പൊരുതിയ ആ ധീരന്റെ ഗർജനമോ? നിങ്ങൾ പറയൂ, കുഞ്ഞാലിമരയ്ക്കാർ അഹങ്കാരിയായിരുന്നോ അതോ ചതിക്കപ്പെട്ടതോ? അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ.